തീർച്ചയായിട്ടുമുണ്ട്. ഞങ്ങൾ വളരെ ക്ലിയറാണ് ഇക്കാര്യത്തിൽ. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കുറവുമില്ല. നിങ്ങൾ നോക്കൂ, ഞങ്ങൾ ഈ പോരാട്ടത്തിന് ഇറങ്ങിയത് എന്തിനാണ്? ഇന്ത്യയിൽ ജൻസി നടത്തുന്ന, ഇന്ത്യയുടെ കൗമാരം നടത്തുന്ന, യുവത്വം നടത്തുന്ന ഒരു വലിയ പോരാട്ടമാണ്, ഒരു കോസിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. വളരെ കൃത്യമായ ആവശ്യങ്ങൾ അവർക്കുണ്ട്. അവരങ്ങനെ സമരമുഖത്തേക്ക് കടന്നു വരുമ്പോൾ ആ സമരമുഖത്ത് അവർക്കൊപ്പം നിൽക്കേണ്ട ബാധ്യത രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്കുണ്ട്. അത് ആദ്യം തിരിച്ചറിഞ്ഞ പാർട്ടിയാണ് CPIM. അങ്ങനെ ഇറങ്ങി പുറപ്പെട്ട സംഘടനയാണ് ലെഫ്റ്റ് ബ്ലോക്ക്, CPIM, DYFI, SFI. അവരോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു, അവിടെ സമരത്തിലേക്ക് പോയി. പക്ഷേ ദൗർഭാഗ്യവശാൽ മറ്റു പലരും വന്നില്ല. ഞാൻ ഈ സന്ദർഭത്തിൽ ഒരു പാർട്ടിയുടെയും പേര് പറയുന്നില്ല. നമുക്കറിയാം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകളുടെ കാര്യം. പക്ഷേ ഞങ്ങൾക്കതിൽ യാതൊരു ക്ലാരിറ്റി കുറവുമില്ല. ഞങ്ങൾ ആദ്യം മുതലേ ഇക്കാര്യത്തിൽ വ്യക്തത പുലർത്തി. ഞങ്ങൾ അവരോടൊപ്പം കൃത്യമായി അവരുടെ സമര മുദ്രാവാക്യങ്ങൾ എന്ത്, അവരുടെ സമര രീതി എന്ത്, ഈ രണ്ടു കാര്യങ്ങൾ മാത്രമേ നമുക്ക് വ്യക്തത വരുത്താനുള്ള തീരുമാനമെടുക്കാൻ തടസ്സമായുള്ളൂ. അതിൽ വ്യക്തത വന്നു. ഞങ്ങൾ അവർക്കൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. 20-ാം തീയതി അവർ പ്രഖ്യാപിച്ച മാർച്ചിനൊപ്പം SFIയും DYFIയും എല്ലാം ഇടതുപക്ഷ യുവജന സംഘടനകൾ പലതും, വിദ്യാർത്ഥി സംഘടനകളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പക്ഷേ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് ഉൾപ്പെടെ അപ്പോൾ അവർക്കൊരു സംശയത്തിൽ നിൽക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ആ സംശയം ആദ്യമേ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്കെതിരെ എന്തെല്ലാമാണ് കൊണ്ടുവന്നത്, എന്തെല്ലാമാണ് ചാരൻ്റെ മുദ്ര ചാപ്പകുത്താൻ ശ്രമിച്ചില്ലേ. പക്ഷേ ഞങ്ങളതിൽ പതറി പിന്നോട്ട് പോയില്ല. ഇത് രാജ്യം സമരത്തിലാണ്. ബോംബെയിലെ തെരുവിലെ കാഴ്ച നിങ്ങൾ നോക്കൂ. ബോംബെയിലെ ഈ രാജ്യത്തിൻ്റെ ബീഹാറിലെ പാറ്റ്നയിലെ കാഴ്ച നോക്കൂ. ഇന്ത്യയിലെമ്പാടുമുള്ള കാഴ്ച. രാജ്യം സമരത്തിലാണ്. ആ ഫലിതമായ ഈ ഘട്ടത്തിൽ ഞങ്ങൾ ഗാന്ധിയുടെ അരികിൽ വന്ന് ഇന്ത്യയിലെ ജനാധിപത്യ പാർട്ടികൾ എല്ലാവരും ചേർന്ന് ഇതിന് മറ്റൊരു മാനം നൽകാൻ ശ്രമിക്കുകയാണ്. ഇതിനൊരു ജനാധിപത്യത്തിൻ്റെ മാനം നൽകാൻ ശ്രമിക്കുകയാണ്.